ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട മാത്യു, അമല, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും വലിയ സന്തോഷത്തോടുകൂടെയാണ് ഈ ഒരു വിവാഹമെന്ന കൂദാശയുടെ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്കറിയാം, മറ്റേത് വിവാഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു കത്തോലിക്ക വിവാഹത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇതൊരു കൂദാശയാണ്. കൂദാശ ആയതുകൊണ്ട് തന്നെ ഇവിടെ പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ദൈവത്തിന്റെയും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെയും സജീവ സാന്നിധ്യം ഈ കൂദാശയിലൂടെ ഇവരുടെ ജീവിതത്തിലും ഇതിൽ പങ്കുചേരുന്ന നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ തിരുസഭയുടെ 7 കൂദാശകളിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ആ കൂദാശകളിൽ നിന്നെല്ലാം സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു വിവാഹ ജീവിതത്തിന് ഇവര് തയ്യാറായി ഈ പരിശുദ്ധ അൾത്താരയുടെ മുൻപിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നുണ്ടാകും. കാരണം ടെൻഷനാണ്. കാരണം ഒരുപാട് ആളുകളുണ്ട്. അച്ഛൻ ഇവിടെ വടി പോലെ നിൽക്കുന്നു. കുർബാനയുടെ ഭാഗങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവസാനത്തിലേക്ക് എത്തി നിൽക്കും. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നും ഇതൊന്ന് തീർന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ചില കുടുംബ ബന്ധങ്ങൾ അത് വീണ്ടും വീണ്ടും നമുക്ക് ആ സ്നേഹം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. ചില കുടുംബ ബന്ധങ്ങൾ എന്താ, നമ്മളത് തീർന്നു കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിക്കും. അപ്പൊ അതുകൊണ്ട് ഇവര് തീർച്ചയായും ദൈവം വിളിച്ച് കൂട്ടുചേർത്ത 2 പേരാണ്. അപ്പൊ അതുകൊണ്ട് വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്നാണ്. അച്ഛന് പിന്നെ വിവാഹം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇവർ 2 പേരും ഒന്നു ചേരുമ്പോൾ നമുക്കറിയാം ഈ കൂദാശ അത് അധിഷ്ഠിതമായിരിക്കുന്നത് പരിശുദ്ധവും നിഷ്കളങ്കവുമായ സ്നേഹത്തിലാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ കൂദാശകളുടെയും അടിസ്ഥാനം ദൈവസ്നേഹമാണെങ്കിലും ഒരു കുടുംബം രൂപം കൊള്ളുന്നത് പ്രത്യേകമാം വിധം ദൈവം വിളിച്ചു ചേർത്ത 2 പേർ തമ്മിലാണ്. ഒരുപക്ഷെ കുറച്ചു നാളത്തെ പരിചയം മാത്രമേ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. അപ്പൊ മാത്യു വിചാരിക്കും ഇവളെ പരിപൂർണമായി മനസ്സിലാക്കാൻ സാധിക്കും. അമല വിചാരിക്കും മാത്യുവിനെ പരിപൂർണമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് വെറുതെയാണ്. അപ്പൊ ഈ ഇരിക്കുന്ന ആളുകളോട് വിവാഹ ജീവിതത്തിൽ 10, 20, 30, 40 വർഷമൊക്കെ പിന്നിട്ട ആളുകളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറയും 1% പോലും ഇവൻ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഈ പരിശുദ്ധമായ ഈ ഒരു ബലിയിൽ നിങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ നിങ്ങളെ തമ്മിൽ ശക്തിപ്പെടുത്തേണ്ടത് അത് സ്നേഹം തന്നെയാണ്. നമുക്കറിയാം, ഈശോയുടെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പിലാണ് നിങ്ങൾ 2 പേരും ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം പറയുന്നുണ്ട്, യു ഡിഡ് നോട്ട് ചൂസ് മീ ബട്ട് ഐ ചോസ് യു. നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, മറിച്ച് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഒരു കുടുംബം ഇവിടെ രൂപം കൊള്ളുന്നത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. മാനുഷികമായി മാതാപിതാക്കൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ട്, ചില ഇഷ്ടങ്ങൾ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ നടത്തുമ്പോൾ നമ്മൾ പിൻചെല്ലേണ്ടത് ക്രിസ്തുവിന്റെ വഴിയാണ്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിന്റെ വഴി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും എപ്പോഴും സന്തോഷവും സമാധാനവും ഉള്ള വഴിയാണെന്ന്. അത് വെറുതെയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം സാധാരണ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതും പ്രസംഗിക്കപ്പെടുന്നതുമായ സുവിശേഷം അത് എന്തിന്റെ സുവിശേഷമാണ്? സമൃദ്ധിയുടെ സുവിശേഷമാണ്. അപ്പൊ അതുകൊണ്ട് സമൃദ്ധിക്കും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് ആളുകളെല്ലാം പള്ളിയിലേക്ക് വരുന്നത്. അച്ഛനൊരു ധ്യാന കേന്ദ്രത്തിലാണ്, കണ്ണൂർ രൂപതയുടെ ധ്യാന കേന്ദ്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അച്ഛൻ വർക്ക് ചെയ്യുവാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ വരുന്ന ആളുകളെല്ലാം ഞാൻ നോക്കുമ്പോൾ എന്തിനാ? സന്തോഷം കിട്ടാൻ, സമാധാനം കിട്ടാൻ.
കാരണം ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് കാര്യങ്ങളെല്ലാം കൈകളിലുണ്ട്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നഷ്ടമാകുന്നത് സമാധാനവും സന്തോഷവുമാണ്. നമ്മൾ പുറമേന്ന് കാണുമ്പോൾ എല്ലാം ഫൈൻ, എവറിത്തിങ് ഓക്കെ, പക്ഷേ അകമേ അങ്ങനെ ആകണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾ അനുഗമിക്കുന്നത് മറ്റാരെയുമല്ല, അത് ക്രിസ്തുവിനെയാണ്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ അവിടെ സന്തോഷം മാത്രമല്ല ജീവിതത്തിൽ വരുന്നത്, അവിടെ ഇണക്കങ്ങൾ വരും, പിണക്കങ്ങൾ വരും, ഒറ്റപ്പെടലുകൾ വരും, ചിലപ്പോൾ പരാജയങ്ങൾ വരും, പരസ്പരം കുറ്റപ്പെടുത്തലുകളൊക്കെ വരും. ഇതൊക്കെ സ്വാഭാവികമായ കാര്യമാണ്. ചിലപ്പോൾ ഇണങ്ങിയും പിണങ്ങിയും വഴക്കുകൂടിയും അങ്ങനെ പോകുന്ന മനോഹരമായ ദാമ്പത്യ ബന്ധമാണ്. അതല്ലാതെ എല്ലാം ഓക്കെയാണ് എന്ന് പറയുന്ന ഒരു വിവാഹ ബന്ധം പോലും ഈ സഭയുടെ ചരിത്രത്തിൽ 2000 കൊല്ലം നിറഞ്ഞു നിൽക്കുന്ന സഭയുടെ ചരിത്രത്തിൽ ഒരിക്കലും കാണുന്നില്ല. പക്ഷെ എന്താണ് നമ്മൾ കാണുന്നത്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു നിങ്ങളെ ഒന്നിപ്പിക്കുമ്പോൾ ക്രിസ്തു തരുന്ന സ്നേഹവും അതേപോലെ കുരിശും നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതിൽ നമുക്ക് മാറ്റമില്ല. ഈ വിവാഹത്തിന്റെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ തീർന്നു പോയി, ഇന്നുകൊണ്ട് തീരും. ഒരു പുതുമോടിയുണ്ട് അല്ലേ? നമ്മുടെ വിവാഹം ഒരു 1 year ഒക്കെ നല്ല രസമായിരിക്കും. അച്ഛന്മാരും അങ്ങനെയാണ്, 1 വർഷത്തേക്ക് എല്ലാവരും ആദ്യത്തെ 1 വർഷം നല്ല രീതിയിൽ ഇങ്ങനെ പോകും, പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യും. ആദ്യം നിങ്ങളെല്ലാവരും ടേക്ക് കെയർ ചെയ്യും, കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ചുകൂടി സ്നേഹിക്കും, ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഭക്ഷണം തരും, നന്മകൾ നിങ്ങളെപ്പറ്റി ഒരുപാട് പറയും. പിന്നെ ഈ പതിയെ നന്മകൾ കുറഞ്ഞ് ചില തിന്മകൾ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങും. ഇത് സ്വാഭാവികമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും വരികയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് നമുക്കറിയാം, കാനായിലെ കല്യാണ വിരുന്നാണ്. ഇതാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ പള്ളികളിലും നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു സുവിശേഷ ഭാഗ്യം. ഇതെങ്ങനെയാണ്? തലേദിവസം കല്യാണത്തിന് വീട്ടിലെ ഒരുക്കങ്ങൾക്കിടയിൽ ഒന്ന് വായിക്കും, പോരുന്ന സമയത്തൊന്ന് വായിക്കും, പള്ളിയിൽ ഒന്ന് വായിക്കും. ഇത് ഇടയ്ക്ക് നമ്മൾ കേൾക്കുന്നതാണ്. ഇത് മനോഹരമായ ഒരു വചനഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് വിവാഹ ജീവിതത്തിൽ ഈശോ എപ്രകാരം ഇടപെടുന്നു, പരിശുദ്ധ അമ്മയുടെ ആ വലിയ സാന്നിധ്യം എപ്രകാരമുണ്ട് എന്ന് നമുക്ക് വചനത്തിലൂടെ യോഹന്നാൻ സുവിശേഷകൻ പറഞ്ഞു തരികയാണ് ചെയ്തത്. ഈ സുവിശേഷം വായിക്കുമ്പോൾ ഒരേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോക ചരിത്രത്തിൽ വേറെ എവിടെയും വെള്ളം വീഞ്ഞായിട്ട് മാറിയിട്ടില്ല. അങ്ങനെ ഒരു അത്ഭുതം വേറെ എവിടെയും നടന്നിട്ടില്ല. ഇത് ഈ കുടുംബത്തിന് വേണ്ടി മാത്രം ചെയ്ത ഒരു അത്ഭുതമാണ്. അപ്പൊ അതുകൊണ്ട് വിവാഹ ബന്ധത്തിന്റെ പവിത്രത നമ്മൾ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവാഹ ബന്ധത്തിൽ നടക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ സുവിശേഷ ഭാഗ്യം. ഇവിടെ പരിശുദ്ധ അമ്മയെ കൂടാതെ ഈ അത്ഭുതം ചെയ്യാൻ ഈശോയ്ക്ക് പറ്റുമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സ്വീകരിച്ച് ഈ ഒരു അത്ഭുതം ഇവിടെ ചെയ്യുമ്പോൾ കർത്താവിനൊരു പദ്ധതിയുണ്ട്. എന്താണ് ആ പദ്ധതി? പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഓരോ കുടുംബ ബന്ധങ്ങളും അനുഗ്രഹിക്കപ്പെടണം, പവിത്രീകരിക്കപ്പെടണം എന്ന ആ ഒരു വലിയ പദ്ധതി ഇവിടെ നിറവേറുകയാണ്. ഇത് കാലാന്തരത്തിൽ ഇത് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കുടുംബങ്ങളും രൂപം കൊള്ളുമ്പോൾ ഒരുപക്ഷെ അവിടെ സമാധാനം നഷ്ടപ്പെട്ടു പോകാം, സന്തോഷം നഷ്ടപ്പെട്ടു പോകാം, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാം. അവിടെ വീഞ്ഞ് നിറയ്ക്കുവാൻ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും വീഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് കൈകളിൽ എപ്പോഴും ഒരു ജപമാല കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കണം. ഈ ജപമാല എപ്പോഴും നമ്മുടെ കരങ്ങളിൽ ഉണ്ടാകണം. ഈ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമുണ്ട്. ജപമാല ഒരിക്കലും കൈകളിൽ നിന്ന് മാറ്റിവെക്കരുത്. ജപമാല ഒരിക്കലും കൈകളിൽ നിന്ന് ഉപേക്ഷിക്കരുത്. അമൂല്യമായ പല വസ്തുക്കളും നിങ്ങൾക്ക് പലരും ഇന്ന് സമ്മാനമായിട്ട് തരും. പക്ഷെ ആ സമ്മാനങ്ങളെക്കാൾ എല്ലാം ഉപരിയാണ് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഈ ഒരു പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും കരുതലും നിങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കട്ടെ. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് ഈ കുടുംബങ്ങൾ ഒന്നുചേരുകയാണ്. കുടുംബം നമുക്കറിയാം എപ്പോഴും കൂട്ടായ്മയുടെ പ്രതീകമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ ഈ കുടുംബങ്ങൾ ഒന്നു ചേരുമ്പോൾ ഇന്ന് മുതൽ 2 അപ്പനും അമ്മയാണ് ഉണ്ടാവുന്നത്. ഇതുവരെ അത് ഒന്നായിരുന്നു. 1 നിന്ന് 2 പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഈശോ കുരിശിൽ കിടക്കുമ്പോൾ
യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങൾ പറയുന്നു, ഇതാ നിന്റെ അമ്മ. അന്ന് മുതൽ അഡീഷണലായിട്ട് ഈ മാനവകുലത്തിന് പരിശുദ്ധ അമ്മയെ ലഭിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഇന്ന് 2 അമ്മമാരുണ്ട്, 2 അപ്പന്മാരുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കുടുംബത്തിന്റെ ബന്ധം അത് പവിത്രമായി, അത് ഏറ്റവും വിശുദ്ധമായി നിലനിൽക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുള്ള യാത്രകൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് നിങ്ങളെ കരുതിക്കൊള്ളും, നിങ്ങളെ താങ്ങി നടത്തിക്കൊള്ളും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾ ആശ്രയിക്കുക. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വിശുദ്ധ ബലിയോട് ചേർന്ന് നിൽക്കുക, പരിശുദ്ധ കുമ്പസാരത്തോട് ചേർന്ന് നിൽക്കുക. അധികം വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. കൂദാശകളോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമുക്കെല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം ഏറ്റവും മാതൃകാപരമായ ജീവിതങ്ങളായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഈ ഒരു ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും രണ്ടുപേർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.